ഹായ് പറഞ്ഞേ. കല്യാണങ്ങൾ കൂടിക്കൂടി അതിന് ഇത്രയേറെ ഭയാനകമായ ഒരു സൈഡ് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന നിമിഷമാണ് ഗൈസ് ഇത്. കണ്ണൂരിൽ വെച്ച് 12 മണിക്ക് നടക്കേണ്ട കല്യാണത്തിന് കോഴിക്കോട് നിന്ന് ഞങ്ങൾ 5-5:30 പെട്ടിയും കിടക്കി എടുത്തുവിടുന്ന് സ്ഥലം വിടുന്നു. സോ വൈ ആൻഡ് ദ റീസൺ ഇസ് ഹിയർ. ഇന്ന് കോഴിക്കോട് ഹർത്താലാണ്. അതായത് കോൺഗ്രസ്സുകാർ ആഹ്വാനം ചെയ്ത നല്ല സാക്ഷാൽ ഹർത്താൽ. എന്നാൽ ഹർത്താലുകൾക്കൊന്നും ഞങ്ങളെ കല്യാണം കൂടലിനെ തടസ്സപ്പെടുത്താൻ കഴിയില്ല മക്കളെ. ആൻഡ് ഫോർ ദാറ്റ് റീസൺ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഏർലി മോർണിംഗ് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ മിന്നിപ്പാഞ്ഞ് കണ്ണൂരിൽ ഒരു 7:30-7:45 എത്തി. അപ്പോഴത്തേക്കും വിശന്ന് വലിഞ്ഞ് നേരെ പുലരി റെസ്റ്റോറൻറ്റിൽ കയറി ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വെച്ചു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും രാജാവിനെ പോലെ കഴിക്കണം എന്നാണല്ലോ പ്രമാണം. ചൂട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ആഫ്റ്റർ ദ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെ സ്റ്റേയിലേക്ക് പോയി. സോ ഇതാണ് ഞങ്ങളെ കല്യാണ ചെറുക്കൻ അതുൽ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത കൊട്ടാരം. ഇനി ഇവിടെ നമുക്ക് കിടന്നുറങ്ങാനുള്ള സമയമുണ്ട്. ബിക്കോസ് 11:50 കല്യാണം. അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം. ഒരു ദിവസത്തെ കല്യാണത്തിന് ഇവിടെ സ്ഥിരതാമസാക്കാമെന്ന് അതിന. ഈ പെട്ടിയില് പൈസ 12 മണിക്ക് റെയ്ഡ് പോലെ പോലീസുകാർ വന്നിട്ട് ഈ ലേഡീസ് ഉള്ള റൂമും എല്ലാ റൂമും പൊക്കി. അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ച് ഇല്ലാത്ത റൂമിലേക്കാണ് പെട്ടിയിട്ട് പോയേക്കുന്നത്. അതിന് മുമ്പ് ഈ പെട്ടി എടുത്തിട്ട് ഇവൻ ഓരോ റൂമിലും പോയി. അപ്പൊ ഇവരൊന്ന് ഓരോ റൂമിലും പൈസ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് പോയതാണ്. അപ്പം പറഞ്ഞു അവസാനം ഒരു വണ്ടി. ഇതാണ് ഞങ്ങൾക്ക് തന്ന റൂം ഗൈസ്. വലിയ ബെഡുണ്ട്, ഒരു എന്തൊരു സാധനമുണ്ട്, നമുക്ക് ചെയറുണ്ട്. കല്യാണം ഒന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് റൂമെങ്കിലും നന്നായിട്ട് ഡോർ തുറക്കാൻ നമുക്ക് ഇവിടെ ഒരാൾ റെഡി ആയിട്ടുണ്ട്. ബാൽക്കണിയാണ് ഗൈസ്. ചിറകുള്ള പനി. ഹായ്, ഇതാണ് വലിയ ബാൽക്കണി എന്ന് തോന്നുന്നു. അയ്യോ നോക്കിയേ. നെക്സ്റ്റ് റൂം കാണാം. നെക്സ്റ്റ് റൂം സെയിം തന്നെയാണ്. ഓ, അത് ബാത്റൂം അല്ല. ഞാൻ ഇപ്പൊ പോയി തുറന്നേനെ. ബാത്റൂമിൽ നിന്ന് വരുന്ന ടോണോ. ഈ ബാൽക്കണി ചെറുതാ. അങ്ങനെ വി ആർ റെഡി ഫോർ ദ കല്യാണം ആഫ്റ്റർ ബാഡ് മോർണിംഗ് സ്ലീപ്പ്. ഉറങ്ങാനേ പറ്റിയില്ല. ഞങ്ങൾ റീലൊക്കെ എടുത്ത് ഞങ്ങൾ ലാസ്റ്റ് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ബട്ട് നടന്നില്ല. കുറെ കാലത്തിന് ശേഷമാണ് ഒരു കല്യാണം ഓൺ ടൈം കൂടുന്നത്. ചെക്കൻ്റെ ബുദ്ധി, അല്ലാണ്ട് എന്താ പറയാനാ. അവൻ ഞങ്ങൾക്ക് സ്റ്റേ ബുക്ക് ചെയ്തെന്ന് ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്ത്. നമ്മളെ മിഥുന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഈ വ്ളോഗിന് കണ്ടന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ദാറ്റ് ഐ ബിക്കം ദിയർ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ ഫോർ ദിസ് വെഡിങ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഒരുങ്ങി കെട്ടി വന്നിട്ട് 4 ആളെ കാണിക്കാൻ പറ്റിയതും മുതലായതും ഇന്നാണ്. വൈ? ബിക്കോസ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ജസ്റ്റ് 4 മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒന്ന് ട്രാവൽ ചെയ്യാൻ പോലും പറ്റിയില്ല. അപ്പോഴേ ഞങ്ങൾ ഓഡിറ്റോറിയം എത്തി. ആൻഡ് ഫോർ നൺ ഓഫ് ദ മാരേജസ് വി റീച്ച് ഓൺ ടൈം.
ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കറക്റ്റ് ഫോട്ടോ എടുക്കേണ്ട ടൈമൊക്കെ ആകുമ്പോഴേക്കേ അവിടെ എത്താറുള്ളൂ. ബട്ട് ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പോസ്റ്റ് കിട്ടി അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ നിന്നിട്ട്. ടൈം ഈസ് 1 o'clock ആൻഡ് രാവിലെ 7:30 കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ദഹിച്ചു. സോ നമ്മളെ മെയിൻ കലാപരിപാടിയായ സദ്യ കഴിക്കലിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രം സദ്യയാണെങ്കിൽ ഈ ആഴ്ച കണ്ണൂർ സദ്യ. എനിക്ക് ഇത് തന്നെ പണിയടേ എന്ന് വിചാരിക്കരുത്. ഫ്രണ്ട്സ് കല്യാണം കഴിച്ച് പോയാൽ നമ്മളെ ഉത്തരവാദിത്തമാണല്ലോ അവരുടെ ഫുഡെല്ലാം വന്ന് കഴിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ ഗൈസ്? അങ്ങനെ സദ്യ തീർന്നു, ഇല മടക്കാറായി. പക്ഷേ ഇത് എൻ്റെ ഇലയല്ല. എൻ്റെ ഇല ഒരിക്കലും ഇങ്ങനെയല്ല. എൻ്റെ ഗർഭം ഇങ്ങനെയല്ല. ഇത് ബെങ്കുവിൻ്റെ ഇലയാണ്. കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കഴിക്കണം. അങ്ങനെ കഴിക്കാൻ എനിക്കറിയില്ല. അങ്ങനെ ഇവിടുത്തെ കലാപരിപാടികൾ അവസാനിക്കുമ്പോൾ എൻ്റെ കലാപരിപാടി തുടങ്ങുകയാണ്. ഇത് വെറും പാർട്ട് 1 ഓഫ് ദ കല്യാണം വ്ളോഗ്. ഇനി പാർട്ട് 2, പാർട്ട് 3 എല്ലാം പിന്നാലെ വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.